മതനിന്ദ ആരോപണം മറയാക്കി ടർക്കിഷ് തർക്കമെന്ന സിനിമയുടെ പ്രമോഷന് ശ്രമം നടത്തിയെന്ന ആരോപണം. തിയേറ്ററിൽ പ്രതികരണമുണ്ടാക്കാതെ പോയ സിനിമ പിൻവലിക്കുകയാണെന്ന് നിർമ്മാതാവ് നാദിർ ഖാലിദും സംവിധായകൻ നവാസ് സുലൈമാനും കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു. പരാജയപ്പെട്ട സിനിമയെ രക്ഷിച്ചെടുക്കാൻ മതനിന്ദ വിവാദം സൃഷ്ടിച്ചതാണെന്ന ആരോപണവുമായി സിനിമയുടെ ആദ്യ PRO പ്രജിഷ് ശേഖർ രംഗത്തെത്തി. തിയേറ്ററിൽ പൊളിഞ്ഞുപോയ ചിത്രത്തെ രക്ഷിച്ചെടുക്കാൻ മതനിന്ദ ആരോപണം ആയുധമാക്കുകയാണെന്നും അങ്ങേയറ്റത്തെ നെറുകേടാണിതെന്നും കോൺഗ്രസ് നേതാവ് VT ബൽറാം പറഞ്ഞു. സിനിമ താൽക്കാലികമായി ഞങ്ങളൊന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി, ഇത് ആർക്കും എതിരായിട്ടുള്ള സിനിമയല്ല, ഒരു മതവിഭാഗത്തിനോ അല്ലെങ്കിൽ ഒരാൾക്കും എതിരായിട്ടുള്ള സിനിമയോ ഒന്നുമല്ല. അത് നിങ്ങൾക്കും അത് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടൊരു ഷോ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പരാതി പലയിടങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് അത്ര ഞങ്ങളത് ഒരുപാട് അതിൻ്റെ വേറെ ലെവലിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുകയായിരുന്നു. റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ഞങ്ങളത് അവരുടെ ഒരു കൺസേൺ ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് പബ്ലിക്കിൻ്റെ ഇടയിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങളുടെ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഒരു തെറ്റിദ്ധാരണ സ്പ്രെഡ് ആവുന്നുണ്ട്. അത്ഭുതകരമാണ്. കാരണം ഒരു സിനിമ പിൻവലിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിലും മറ്റു ഭാഷകളിലും ഒക്കെ മുൻപും ചില അനുഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ അതൊക്കെ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യവും അക്രമവും ഒക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനൊരു പിൻവലിക്കൽ എന്നതൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെയൊരു സിനിമ ഇറങ്ങിയതായിട്ട് പോലും നമ്മുടെ ആരുടെയും ശ്രദ്ധപ്പെട്ടിട്ടില്ല. 2-3 ദിവസമായിട്ടേ ഉള്ളൂ ഇറങ്ങിയിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വാർത്തയുടെ വിവാദം കണ്ടപ്പോഴാണ് ഇതിനെതിരെ ഇത്തരത്തിലുള്ള വല്ല പരാതിയോ അല്ലെങ്കിൽ ആ നിലയിലുള്ള സൈബർ ആക്രമണമോ ഭീഷണിയോ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും നമ്മുടെ ഒന്നും ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെയും എന്ത് കാരണം കൊണ്ടാണ് ഈ സിനിമ പിൻവലിക്കുന്നത്, അതിന് ഇങ്ങനെ ഒരു കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ആദ്യം ക്ലാരിറ്റി വരുത്തേണ്ടത് കേരള പോലീസാണ്. കാരണം അവർക്കിങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അവരുടെ വാർത്താ സമ്മേളനം കണ്ടു. അതിലും പല കാര്യങ്ങളും വ്യക്തതയില്ലാതെ ഉരുണ്ട് കളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇവർ ഇത്തരത്തിലുള്ള വല്ല ഭീഷണിയും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടെലിഫോണിലൂടെയുള്ള ഭീഷണിയാണെങ്കിൽ അതൊക്കെ ഫോൺ നമ്പർ വെച്ചുകൊണ്ട് പരാതി കൊടുക്കാമല്ലോ. അങ്ങനെ വല്ല പരാതിയും പോലീസിന് കിട്ടിയിട്ടുണ്ടോ, അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള FIR ഇട്ടിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുള്ളത്. ഏതായാലും അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട തന്ത്രമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ, മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ വർഗീയത ആളിക്കത്തിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലും ആ നിലയിലുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വർഗീയവാദികൾക്കുള്ള ഒരു ഇന്ധനം പകരുന്ന ക്യാമ്പയിൻ അത് കലാരംഗത്തുള്ള ആളുകൾ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ഉടൻ അത് വർഗീയവാദികളുടെ വോട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ചമയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കലാരംഗത്ത് കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് കേരളം പോലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും. അതും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തരത്തിലുള്ള ആരോപണമാവുമ്പോൾ അത് അങ്ങേയറ്റം ഗൗരവമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. MK ഷുക്കൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷുക്കൂർ, സിനിമ 22-ന് റിലീസ് ചെയ്തു, പക്ഷേ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് ആ അണിയറ പ്രവർത്തകർ എത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാണ് അവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത്? നവംബർ 22-ന് റിലീസ് ചെയ്ത സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന അറിയിപ്പ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംവിധായകനായ നിസാർ സുലൈമാനും നിർമ്മാതാവ് നാദിർ ഖാലിദും ഒപ്പം തന്നെ നടി ആമിന നജീമും അടങ്ങിയ സംഘം എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് അറിയിച്ചത്. അതിനവർ കാരണമായി പറഞ്ഞത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത് മതവിരുദ്ധമാണ് എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ തങ്ങൾക്ക് ചെറിയ ഭീഷണിയുണ്ട്. ഇതെല്ലാം വ്യക്തമായി പറയാൻ അവർ തയ്യാറായില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവരുടെ വർത്തമാനത്തിൽ നമ്മൾ വായിച്ചെടുത്തതാണത്. വീണ്ടും ചോദിച്ചു എവിടെയെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ, അതിന് ആരും മറുപടി തന്നില്ല. പിന്നീട് ചോദിച്ച ഒരു കാര്യം എവിടെ നിന്നാണ് സംഭവം, മലബാറിൽ നിന്നാണോ
വിമർശനം പ്രതിഷേധവും വന്നത്. അതിന് മറുപടി പറഞ്ഞില്ല. പിന്നീട് കൊച്ചിയിൽ നിന്നാണോ, കൊച്ചിയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അതിനൊന്നും വ്യക്തമായ മറുപടി പറയാൻ അവർ തയ്യാറായില്ല. പിന്നീട് ഈ സിനിമയുടെ ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിന്റെ താഴെ പ്രജീഷ് ശേഖർ എന്ന ഒരു പേരുണ്ടായിരുന്നു. അദ്ദേഹം കൊച്ചിയിലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം മാധ്യമങ്ങളെ അറിയിക്കുന്ന വാർത്താക്കുറിപ്പുകൾ തയ്യാറാക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ഈ വാർത്താക്കുറിപ്പിന് താഴെ കണ്ടപ്പോൾ അന്വേഷിച്ചപ്പോൾ തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും ഇത്തരത്തിൽ മത വികാരം ഉപയോഗിച്ച് സിനിമയെ ഏതെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് താൻ യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യമായ പ്രതികരണങ്ങൾ VT ബൽറാമിന്റെയും മറ്റു ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമുക്കൊരു പക്ഷേ ഈ പ്രജീഷ് ശേഖറിന്റെ പ്രതികരണം അവിടെ എത്തിക്കാണും. അത് നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാമെന്ന് തോന്നുന്നു.